ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് അവതരിപ്പിക്കുന്ന ഇൻഷുറൻസ് പദ്ധതി നമ്മൾ അറിഞ്ഞതെന്ത്, യാഥാർത്ഥ്യമെന്ത്? ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഈ ഒരു ഇൻഷുറൻസ് സംവിധാനം കറകളഞ്ഞ അറിവ് നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളതിൽ ഉൾപ്പെടണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ആയതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ പോസ്റ്റൽ ഇൻഷുറൻസിനെ പറ്റിയുള്ളതാണ്. വളരെ സത്യസന്ധവും കൃത്യവുമായി ഇത് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാഫായിട്ടുള്ള വിദ്യ മാഡമാണ്. നമുക്ക് അവരോട് ചോദിക്കാം. ഹലോ, നമസ്കാരം വിദ്യ മാഡം. നമസ്കാരം. നമ്മുടെ ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഒരു ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനങ്ങളുടെ സംശയങ്ങൾ വളരെ കൃത്യമായിട്ട് മാഡം പറഞ്ഞു കൊടുക്കും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾക്കിവിടെ ഈ ഒരു ഇൻഷുറൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അക്കൗണ്ട് എടുക്കേണ്ടതായിട്ടുണ്ടോ? അത് പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ട് പലർക്കും ഉണ്ട്. ഇപ്പോൾ ഈ എന്താ പറയുക, കുടുംബശ്രീയുടെ ഒക്കെ ഗ്രാൻഡ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടൊക്കെ പോസ്റ്റ് ഓഫീസിൻ്റെ അക്കൗണ്ടുകൾ എല്ലാവർക്കും ഉണ്ട്. നമുക്ക് വേണ്ടത് പോസ്റ്റ് ഓഫീസിൽ തന്നെ പോസ്റ്റൽ ബാങ്ക് ഉണ്ട്, ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട്. ആ ബാങ്കിൽ ഒരു അക്കൗണ്ടാണ് നമുക്ക് വേണ്ടത്. അതിന് 200 രൂപയാണ് വരുന്നത്. അത് നമുക്ക് അതിൽ 0 ബാലൻസ് ആണ്. നമുക്ക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ആക്റ്റീവ് ആക്കി ഇട്ടാൽ മതി. നമുക്ക് അതിൽ തന്നെ ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ തുടങ്ങാം. ഒരു നാഷണലൈസ്ഡ് ബാങ്ക് മാതിരി തന്നെയാണ്. നമുക്ക് ATM കാർഡിന് പകരം വിർച്വൽ കാർഡാണെന്ന് മാത്രം. അതിൽ നമുക്ക് 2 തരം ഇൻഷുറൻസ് ആണുള്ളത്. ഒന്ന് ഹെൽത്തും ഒന്ന് ആക്സിഡൻറ്റും. ഹെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് ഒരാൾക്ക് ഇൻഷുറൻസ് എടുക്കുമ്പോൾ 899 രൂപയാണ് വരുന്നത്. അതിൽ നമുക്ക് ആദ്യത്തെ 2 ലക്ഷം രൂപ കിട്ടില്ല. ഈ 899 രൂപ നമുക്ക് ഒരു വർഷത്തേക്കാണ് വരുന്നത്, ഒരു മാസമല്ല, ഒരു വർഷത്തേക്കാണ് വരുന്നത്. അതിന് നമുക്ക് 15 ലക്ഷം രൂപയാണ് പ്രീമിയം തുക കിട്ടുന്നത്. ഈ 15 ലക്ഷം രൂപയിൽ നമുക്ക് ആദ്യത്തെ 2 ലക്ഷം രൂപ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഈ 13 ലക്ഷം രൂപയിൽ നമുക്ക് എത്ര വരുന്നുണ്ടോ അത്രയും ക്യാഷ് നമുക്ക് ആ ചികിത്സയ്ക്ക് ആവശ്യമായ ക്യാഷ് മുഴുവൻ ഈ ഇൻഷുറൻസിൽ നിന്ന് കിട്ടും. അതിൽ തന്നെ നമുക്ക് ഫാമിലി പ്ലാനിങ്ങും ഉണ്ട്. അത് നിവാബൂബ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പോളിസിയാണ് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് ഒരു ഫാമിലിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിനാണെങ്കിൽ 1400, ഹസ്ബൻഡ് വൈഫ് ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1800, 2 കുട്ടികളും അച്ഛനും അമ്മയാണെന്നുണ്ടെങ്കിൽ 2200. ഇതൊക്കെ ഒരു വർഷത്തേക്ക് വരുന്ന പ്രീമിയം തുകയാണ്. ഈ 4 പേർക്കും